പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ നോമ്പുകാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കത്തോലിക്ക തിരുസഭയെയും നാനാജാതി മതസ്ഥരെയും സകല മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തില് അങ്ങയോട് കൂടെയായിരുന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുവാൻ അങ്ങാണല്ലോ ഞങ്ങൾ വിളിച്ചത്. ഈശോയെ, മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക സ്വാധീനങ്ങള്, അന്ധകാര ശക്തികള്, പാപശക്തികള്, രോഗശക്തികള് ഈശോയെ അങ്ങയുടെ നാമത്തില് നീങ്ങി പോകട്ടെ. അങ്ങയുടെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. സകല ജനപദങ്ങളുടെയും രക്ഷയുടെ സദ്വാർത്തയായ ഈശോയെ, അതിനുവേണ്ടി കുരിശിൽ മരിച്ച കർത്താവെ, അങ്ങയുടെ പീഡാസഹനത്തിന് യോഗ്യതയില് ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയുടെ മക്കൾ ഈ നോമ്പുകാലത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ തിരു ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പഠനത്തിൽ വിജയം നൽകി ഉന്നതരാക്കി, വിജയത്തിൽ അങ്ങയുടെ മഹത്വമാക്കി, അങ്ങയുടെ കീർത്തിയാക്കി, അങ്ങയുടെ അഭിമാനമാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നു മുതൽ ചങ്ങനാശ്ശേരി അടുത്ത് വൈശുഭാഗം കൺവെൻഷൻ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൺവെൻഷൻ വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനങ്ങൾ ഓരോന്നായിട്ട് കഴിയുമ്പോഴും കർത്താവിന്റെ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് കർത്താവ് നിറച്ചു തരുന്നു. ചെറിയ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. എല്ലാം ദൈവത്തിന്റെ വലിയ കൃപയാക്കി അവിടുന്ന് മാറ്റുന്നു. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വൈശുഭാഗം ആ ഏരിയയിലുള്ള എല്ലാ മക്കളെയും വൈശുഭാഗം കൺവെൻഷനിലേക്ക് അച്ഛൻ ക്ഷണിക്കുന്നു. ദൈവം ആ ജനത്തെ, ആ ദേശത്തെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കാം, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നോമ്പുകാലത്തിലെ ഉന്നതമായ ഒരു സന്ദേശമാണ്, ഒരു വിളിയാണ് തിരിച്ചു വരാനുള്ള ദൈവത്തിന്റെ വിളി. അതായത് ദൈവത്തെ കൈവിട്ട് പടിയിറങ്ങിപ്പോയ ജനം, ദൈവമില്ലാതെ ജീവിക്കാമെന്ന് കരുതിയ ജനം. എന്നാൽ സത്യം എന്താണ്? ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ജനെപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവൻ ദൈവമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ ദൈവത്തെ നഷ്ടപ്പെടും, ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടും. ജീവൻ പോയാൽ പിന്നെ നമുക്കറിയാലോ, നമ്മ മരിച്ചു, വെറും ശവമായിട്ട് മാറും. അത് ചെയ്യും, അത് ഉണങ്ങിപ്പോവും, അത് ദുർഗന്ധം വമിക്കും, ഒന്നിനും കൊള്ളാത്ത വിധം നശിച്ചു. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോയ ജനത്തെ വീണ്ടും ദൈവത്തിലേക്ക് ദൈവം വിളിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ വിളിയാണ് വിശുദ്ധ ബൈബിൾ മുഴുവനും നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വേദനയാണ്, എന്റെ ജനം എന്നെ കൈവിട്ടു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ ഈ വേദന, ദൈവമായ കർത്താവ്, ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവി തരിക, ഞാൻ മക്കളെ പൊറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാള യജമാനെ അറിയുന്നു, കഴുത യജമാനെ തൊഴുത്തറിയുന്നു. എന്റെ ജനം അറിയുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ജനം സത്യം അറിഞ്ഞ്, എന്നെ അറിഞ്ഞ്, എന്നെ സ്വീകരിച്ച് എന്നിൽ വളർന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. എന്നാൽ ദൈവത്തെ വിട്ടുപോകുന്ന മക്കള്, ഈ മക്കൾ തിരിച്ചു വരാനുള്ള വലിയൊരു വിളി ഈ നോമ്പുകാലത്തിലെ വലിയൊരു വിളിയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരവിന്റെ ആനന്ദം എന്നുള്ള വലിയൊരു സന്ദേശത്തില് ഈ ദിവസങ്ങൾ കുറച്ച് ദിവസം പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയാണ്.
നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരവിന്റെ ആനന്ദം സ്വർഗത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കണം. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തില് നമുക്കറിയാം, ബാറൂക്കിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ജെറമ്യാ പ്രവാചകന്റെ പ്രവചനങ്ങള് അനുസരിച്ചില്ല. ജനം പ്രവാസത്തിലേക്ക് പോയി. വിലാപങ്ങളുടെ പുസ്തകം, വിലാപത്തിന്റെ അതിദയനീയമായ നാശങ്ങള്, ദുരന്തങ്ങള്, സ്വന്തം മക്കളെ പോലും വേവിച്ചു കഴിയുന്ന അമ്മമാരുടെ അവസ്ഥകള്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാറൂക്കിലൂടെ ഒരു വലിയ തിരിച്ചുവരവിന് വേണ്ടി ദൈവമായ കർത്താവ് തന്റെ ജനത്തെ ഒരുക്കുകയാണ്. ആ സമയത്താണ് ബാറൂക്ക് ഈ ജനത്തോട് പറയുന്ന വലിയ കാര്യം ഈ 4:28 നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്നറിയോ? കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ മക്കളെ കർത്താവിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജനത്തെ ഇതാ ദൈവത്തിലേക്ക് ആനയിക്കുന്ന, തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവാചകന്റെ വലിയൊരു രക്ഷാകര ദൗത്യം നമ്മൾ അവിടെ കാണുകയാണ്. വീണ്ടും കാണുന്നുണ്ട്, എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. ഈ നാശം വന്നതിനുള്ള കാരണം നിങ്ങൾ ദൈവത്തെ വിട്ടുപോയതുകൊണ്ടാ. എന്നാൽ നിങ്ങൾ തിരിച്ചു വന്നാൽ ഈ നാശം വരുത്തിയവൻ തന്നെ, ദൈവം വരുത്തിയതൊന്നല്ല, പക്ഷെ അകന്നു പോകുമ്പോൾ സ്വയം വരുത്തി വെക്കുന്നതാ. അത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് വന്നതാ. ആ ദൈവം തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യനാശത്തിൽ നിന്ന് മോചനവും നൽകി ആനന്ദം നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ഒരു വലിയ വിഷയമാണ് തിരിച്ചു വരാനുള്ള സ്വർഗത്തിന്റെ വിളി, ദൈവത്തിന്റെ വിളി. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ഒക്കെ ശ്രദ്ധിച്ചേ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളില് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ ദാഹമുണ്ട്. നമ്മുടെ മക്കളുടെ ഉള്ളിലൊക്കെ ദാഹമുണ്ട്. കാരണം എല്ലാത്തിന്റെ പിന്നാലെ പോകുമ്പോഴും ഒരു അസ്വസ്ഥത ഒത്തിരി മക്കൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ യുവമക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മളും ഈ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു പൈശാചിക ശക്തി ഈ അസ്വസ്ഥതയെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും പാപത്തിലേക്ക്, നാശത്തിലേക്ക്, ഡ്രഗിലേക്ക്, ലഹരിയിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, ലജ്ജതയിലേക്ക് ഒരിക്കൽ പോലും. അതാണ് ജെറമ്യാ 2:13 കർത്താവ് പറഞ്ഞുണ്ടല്ലോ, എന്റെ ജനം ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, എന്നിട്ട് ജീവജലം പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഗതികെട്ട അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറയാണ്, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വാ. തിരിച്ചു വന്നാൽ നമ്മോട് ദൈവം കാണിക്കുന്ന കരുണയാണ്. നോമ്പുകാലത്തില് അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ അകന്നു പോയതിലൂടെ നഷ്ടപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ തിരിച്ചു തന്നുകൊണ്ട് ദൈവം തന്റെ ജനത്തെ, തന്റെ മക്കളെ വലിയ കരുണ കാണിച്ച് രക്ഷിക്കുന്ന മഹാപ്രവൃത്തി, രക്ഷാകര പ്രവൃത്തി ഈ നോമ്പുകാലത്തിൽ അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. ആ തിരിച്ചു വരവിന്റെ ആനന്ദത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചു വരാനുള്ള ഒരു ഉൾപ്രേരണ എല്ലാവർക്കും ഉണ്ട്. അതിനെ എടുത്ത് തിരിച്ചു വരാൻ, അതും അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള ദൈവത്തിന്റെ ആഹ്വാനം സ്വീകരിക്കാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, നമുക്കിടയാകട്ടെ, എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനെ വിട്ട്, ദേവാലയം വിട്ട്, കുദാശ വിട്ട്, പ്രാർത്ഥന വിട്ട് അകന്നു പോയത് കൊണ്ടല്ലേ നോക്കിയേ നമ്മുടെ മക്കൾക്ക് ഗതി വന്നേ. അനേക പേര് പങ്കുവെക്കുന്ന വലിയ സത്യമാണ്, വഴിതെറ്റിപ്പോയ മക്കളുടെ നാശത്തിനും വഴിപ്പിഴച്ച ജീവിതത്തിനും കാരണം കർത്താവിൽ നിന്ന് അകന്നു പോയതാ. ആ മക്കള് ദൈവം പറയാ, അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ തിരിച്ചു വന്നാൽ രക്ഷപ്പെടും, ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു കൃപ നമ്മുടെ മക്കൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സഭയ്ക്കും വൈദികർക്കും സന്യസ്തർക്കും ഈ ലോകം മുഴുവനും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നോമ്പിന്റെ വലിയ സന്ദേശമാണ് ഈ തിരിച്ചുവരവിന്റെ ആനന്ദം കൈവരിക്കുക എന്നുള്ളത്. പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മനസ്സറിയാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കട്ടെ. അങ്ങേ കൈവിട്ടാൽ പിന്നെ ഞങ്ങളുടെ ജീവിതം ജീവനില്ലാത്ത, കർത്താവെ, മരിച്ചുപോയ അവസ്ഥയിലേക്ക് വരും. ഉണങ്ങി പോകുന്ന, ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന, ഉണങ്ങി ഒന്നിനും കൊള്ളാതെ പോകുന്ന ഒരവസ്ഥ വരുമെന്ന സത്യം ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും സഭയും ഈ ലോകം മുഴുവനും തിരിച്ചറിയട്ടെ. ഈശോ, അങ്ങ് സകല ജനപദങ്ങൾക്കും ജീവൻ നൽകുന്ന രക്ഷയുടെ സത്വാർത്ഥിയാണ്. അങ്ങേ സ്വീകരിച്ചവരാരും ഭഗ്നാശരായി പോയിട്ടില്ല എന്ന്, അങ്ങയിൽ ആശ്രയിച്ചവരാരും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. കർത്താവെ, അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിന്റെ ആനന്ദത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിക്കുന്ന ഈ നോമ്പുകാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ലോകത്തോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കളോട് പറഞ്ഞില്ലേ, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ ഈശോയെ അങ്ങലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അങ്ങ് പറയുമ്പോ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ യുവമക്കൾക്കിടയാകട്ടെ. അങ്ങേ വിട്ടുപോയ മക്കള്, ദേവാലയം വിട്ടാകുന്നു പോയ മക്കള്, 10ാം ക്ലാസ് വരെ വലിയ പ്രാർത്ഥനയായിരുന്ന മക്കള്, ഇന്ന് പള്ളിയില്ല, കൂദാശമില്ല, കർത്താവെ പ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാനയില്ല ജീവിക്കുന്ന അനേക മക്കള്, യുവമക്കൾ മാത്രമല്ല, ജീവിത പങ്കാളികൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, ചില വൈദികര്, സന്യസ്തര്, കർത്താവെ അങ്ങേലേക്ക് തിരിച്ചു വരാനുള്ള കൃപ അങ്ങ് തന്നെ എല്ലാ മക്കൾക്കും നൽകണമേ. തിരിച്ചു വന്നാൽ അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്ന, വലിയ ജീവൻ നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലിയ കരുണ സ്വന്തമാക്കാൻ സകല മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേകമായ ഇടയാകട്ടെ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരവിന്റെ ആനന്ദം അനുഭവിക്കാൻ, ഇത് കാണാൻ ഇവർക്ക് ഇടയാകട്ടെ. മക്കൾ തിരിച്ചു വരുന്നതിന്റെ ആനന്ദം, യുവമക്കള്, കുഞ്ഞുമക്കള്, കുടുംബാംഗങ്ങള് തിരിച്ചു വരുന്നതിന്റെ ആനന്ദം ഞങ്ങളും തിരിച്ചു വന്നാലാണല്ലോ കർത്താവെ യഥാർത്ഥമായ രക്ഷയും ആനന്ദവും കണ്ടെത്താൻ പറ്റും. തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാലീശോയെ എല്ലാ മക്കളെയും അതിനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും സഭ മുഴുവനെയും ലോകം മുഴുവനെയും കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. തിരിച്ചു വരവിന്റെ ഈ വലിയ ആനന്ദം അനുഭവിക്കാൻ സകല മക്കൾക്കും ഇടയാകട്ടെ. നമുക്ക്, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഇടയാകട്ടെ. അകന്നുപോയ ദൈവബന്ധം, അകന്നുപോയ വീടുമായുള്ള ബന്ധം, നമ്മുടെ വ്യക്തിബന്ധം എല്ലാം തിരിച്ചു വന്ന് കർത്താവിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. പ്രാർത്ഥനയോടെ ഇതിനായിട്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവെ, എല്ലാ വരങ്ങളും ചിന്തി അങ്ങേലേക്ക് തിരിച്ചു വന്ന് രക്ഷയും ജീവനും പ്രാപിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ട അഭിഷേകം, കൃപ എല്ലാ മക്കൾക്കും ഈ സമയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി നോമ്പിന്റെ ചൈതന്യത്തില് ആ കൃപയ്ക്കായി പ്രാർത്ഥിച്ച മക്കളെ ഈശോയെ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങനെയൊക്കെ തിരിച്ചു വരാനുള്ള വലിയ ദാഹവും തിരിച്ചു വരുമ്പോഴുള്ള ആനന്ദവും അനുഭവിക്കാൻ സകല മക്കൾക്കും ഇടയാകട്ടെ.